അരപ്പിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. മുളക് പൊടി 1 സ്പൂൺ, ഒരു 1/2 സ്പൂൺ കൂടെ ഇടാം. മല്ലിപ്പൊടി ഒരു സ്പൂൺ, ഈ ഒരു സ്പൂണിലാണ് 1 സ്പൂൺ ഉള്ളത്. ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നമുക്ക് ഇത്ര ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് ഈ വലുപ്പത്തിലുള്ള പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചട്ടിലോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഞാൻ അതും കൂടെ ചേർക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി നമുക്ക് ചേർക്കാം. ഇതിലേക്ക് പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ഒരു മുരിങ്ങ അരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളയ്ക്കാനായിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് തിളച്ച ശേഷം മാത്രം ഞണ്ട് ചേർക്കാം. ഇവരെ നമുക്ക് ഇതിലോട്ട് പയ്യെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം കിട്ടുമെന്നാണ് എല്ലാവരും പറയണം. അപ്പം നമുക്കൊന്ന് ഇട്ട് നോക്കാം. നമുക്കിനി ഉള്ളിനെ കറിയിൽ ചേർത്ത് കൊടുക്കാം. ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ കറി വറ്റിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മുകളിലോട്ട് തൂവി കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. നാളെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. ഞാൻ വെച്ചത് കൊണ്ട് പറയണല്ല, നല്ല ടേസ്റ്റ് കേട്ടോ. ഇതേപോലെ വെച്ച് നോക്കും, നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. ഞണ്ടിനെ ഇഷ്ടപ്പെടുന്നവർ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.